കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം രേഖാചിത്രത്തിനാണെങ്കിലും ഞാൻ രണ്ടിനും വേണ്ടി തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പുണ്യാളനാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. പുണ്യാളൻ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്റർ ഇറങ്ങിക്കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പം സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം അത് തന്നെ റിയലി സോറി ഇവിടെ എത്താൻ ലേറ്റായി പോയതിന്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ. പിന്നെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് റിയലി സോറി. അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പം അതൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ക്യാരക്ടർ ബ്രേക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും ചെയ്തു വരുന്ന കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ ഒരു ഫോളോ അപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു നാടൻ പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു കോളേജ് ലവ് സ്റ്റോറി, അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കഥാപാത്രമാണല്ലോ ഇത്. ഒരു ആക്ഷൻ രംഗത്തിലേക്ക് ഇറങ്ങുന്ന അങ്ങനെ ഒരു ഫീൽ ചെയ്തോ? ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. എനിക്കിതിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇൻ്റർവ്യൂവിലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയെ പറ്റിയിട്ടോ എൻ്റെ അധികം ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പം ആൾക്കാർ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് നല്ല അഭിപ്രായമല്ല എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പം ആൾക്കാരതിനെ